ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ ഈ ഒരു സാരി കൊണ്ടിട്ടൊരു ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊരു സ്ലീവ്ലെസ് ഫ്രോക്കാണ്, അതുപോലെ തന്നെ ഫുള്ളായിട്ട് കിടക്കുന്ന ഒരു ഫ്രോക്കാണ്. ഇതിനോടൊപ്പം കൂടി ഒരു ഓവർകോട്ട് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ യോക്ക് പോർഷൻ ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. താഴെ പോർഷനിൽ ലൈനിങ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ യോക്ക് പോർഷൻ ലൈനിങ് ഉണ്ട്. അതിനുവേണ്ടി നമ്മളിതായ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് ഇപ്പോൾ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീതി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ 4ആയിട്ടാണ് ഇപ്പോൾ ഈ തുണി മടക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീതി നമ്മൾക്ക് കറക്റ്റ് അളവിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത്ത്, യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് 14.5 വേണ്ടത്. അപ്പോൾ അതിനോടുകൂടി 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൂട്ടി 15.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ ഭാഗത്ത് നമ്മൾ 15.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 മാർക്കിങ് കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡർ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ആ 7 ഇഞ്ച് മുകളിലും താഴെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് അളവ് ഇപ്പോൾ വേണ്ടത് 4 ഇഞ്ചാണ്. അതിപ്പോൾ വരക്കേണ്ട, കാരണം നമുക്ക് ക്യാൻവാസിലാണ് അത് ചെയ്യേണ്ടത്. ഇനി ഈ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് താഴേക്കും 7 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അതും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി കണ്ടോ, 3.5 ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് അളവ് വന്നിട്ട് 42 ഇഞ്ചാണ്. അതിനോടുകൂടി 2 ഇഞ്ച് ലൂസ് കൂട്ടി കഴിയുമ്പോൾ 44 കിട്ടും. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും ചേർക്കാം. അപ്പോൾ ഈ 11 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബെസ്റ്റ് അളവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. അത് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബെസ്റ്റ് അളവ് വരുന്നത് 41 ഇഞ്ചാണ്. അപ്പോൾ ഈ 41 ചെസ്റ്റ് അളവിനേക്കാൾ കുറവ് ബെസ്റ്റ് അളവ് വന്നുകൊണ്ട് നമ്മൾ കൂടുതൽ അതിൽ ബോധേഡ് ആവണ്ട. അതിൻ്റെ അടുത്തത് വേസ്റ്റ് വരുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം കൂട്ടി കഴിയുമ്പോൾ 40 ഇഞ്ച് വരും. 40 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 10 ഇഞ്ച് വരും. ആ 10 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ആം ഹോൾ 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. താഴത്തെ പോയിൻറ്റിലും മുകളിലത്തെ പോയിൻറ്റിലും വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ കണ്ടോ, ഇവിടെ 1/2 ഇഞ്ച് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഈ ആം ഹോൾ കർവ് വെക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഈ 2 പോയിൻറ്റിലും ജോയിൻ ആവുന്ന സ്ഥലം നമ്മൾ നോക്കി ആ മുകളിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന സ്ഥലം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആം ഹോൾ വരക്കാൻ പറ്റും കേട്ടോ. ഈ കർവ് വെച്ചിട്ട് അതുപോലെ നമ്മൾ വരച്ചെടുക്കാം. അതല്ല നമുക്ക് കൈ കൊണ്ട് വേണേലും ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ താഴെയും മുകളിലും വരച്ച പോയിൻറ്റുകൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഈ താഴേന്ന് മുകളിലേക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളിവിടെ ഒരു കർവ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് വരക്കുന്നുണ്ട്. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്ലീവ്ലെസ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആം ഹോൾ കുഴിച്ച് വെട്ടുകയോ ഷോൾഡറിൻ്റെ അവിടെ സ്ലോപ്പ് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇതേ മാർക്കിങ്ങിലൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിങ് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഈ ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മളുടെ നല്ല സാരിയിലേക്ക് വെച്ച് നല്ല പീസും കട്ട് ചെയ്തെടുക്കാം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ ഇത് വെച്ച് ആ നല്ല പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലും താഴത്തുമായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യണേ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ അപ്പുറത്തേക്കും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഈ നോച്ച് നോക്കി ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗമാണ് കട്ട് ചെയ്യണത്. അതിനായിട്ട് ഈ സാരിയിലെ പല്ലു ഭാഗം നമുക്ക് വേണ്ട, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഈ സാരിക്ക് 2 സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട്. ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു സൈഡ് ഫുൾ ഈ ബോർഡർ കട്ട് ചെയ്ത് അങ്ങ് മാറ്റുവാണ്. അതുപോലെ തന്നെ ഈ സാരിയിൽ നിന്ന് നമ്മുടെ യോക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ലൈനിങ് വെട്ടിയായിരുന്നല്ലോ, അത് വെച്ചിട്ട് ഇതിൽ നിന്ന് യോക്ക് പോർഷൻ മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ള തുണി മുഴുവൻ നമ്മൾ സ്കേർട്ട് പോർഷനായിട്ട് എടുക്കുകയാണ്. കണ്ടോ, അതായത് ഇപ്പോൾ ഫുൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ലെങ്ത്താണ് വേണ്ടത്. നമ്മളുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 52 ഇഞ്ചാണ് വരുന്നത്. ഈ 52 ഇഞ്ചിൽ നിന്നാണ് നമ്മുടെ യോക്ക് പോർഷൻ 14.5 ഇഞ്ച് വന്നത്. ആ 14.5 ഇഞ്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാലൻസ് വരുന്നത് 37.5 ഇഞ്ചാണ്.
ഈ 37.5 ഇഞ്ചിൻ്റെ കൂടെ ഇവിടെ നമുക്ക് സീം അലവൻസ് വേണ്ട, മടക്കി അടിക്കുന്നില്ല. ഈ ഭാഗത്ത് നമുക്ക് 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാനായിട്ട് വേണം. അപ്പോൾ 37.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 38 ഇഞ്ച് വരും. ഈ ഒരു തുണി മൊത്തത്തിൽ നമുക്ക് 3.25 മീറ്റർ ഉണ്ട്. കാരണം ഇതിൽ നിന്ന് നമ്മൾ പല്ലു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി, പിന്നെ നമ്മുടെ യോക്ക് പോർഷനും കട്ട് ചെയ്ത് മാറ്റി, ബാക്കിയുള്ളത് 3.25 അത് ഫുൾ നമ്മളെടുത്ത് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മളുടെ ലെങ്ത്ത് 38 ഇഞ്ചാണ്. അത് ഇവിടെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അറ്റത്തേക്കും കൊണ്ടുവന്ന് നമുക്കിത് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ രണ്ട് മാർക്കിങ്ങും തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കാം. ഇനി ഈ ബാലൻസ് ഉള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതായി ഇവിടെ ഉണ്ടല്ലോ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അത്. ബാലൻസും നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഒന്നുകൂടി അവിടെ മാർക്ക് ചെയ്തിട്ട് അത് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ക്യാൻവാസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി അതിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൻ്റെ മുകൾ ഭാഗം അവിടെ ഷേപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അവിടെ ഒന്ന് വരച്ച് കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡറിലെ തയ്യൽ തുമ്പ് കൂടി കൂട്ടി 6.25 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തത്. 6.5.1 മാർക്ക് ചെയ്തത്. അതുപോലെ ഒരു 3/4 ഇഞ്ച് താഴേക്ക് നീക്കി ഒരു ലൈൻ കൂടി വരച്ച് ഒരു മാർക്കിംഗ് കൂടി ഉണ്ട്. ആ 2 മാർക്കിങ്ങിലും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 ഇഞ്ചിലും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് നീക്കി ഒരു ലൈൻ കൂടി അവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബോക്സ് ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ആം ഹോൾ കർവ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എങ്ങനെയാണോ നമുക്ക് റൗണ്ടിനൊക്കെ വേണ്ടത് അതേ രീതിയിലൊന്ന് വരച്ചെടുക്കാം. ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ 2 ലൈനിലും ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി ആ രണ്ടാമത് പുറമേക്ക് വരച്ച ആ ലൈനിലൂടെ മാർക്കിങ്ങിലൂടെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ കൈ വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളിലുള്ള മാർക്കിംഗ് ഉണ്ടല്ലോ ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കണ്ടോ നമ്മൾ കൈ മാറ്റാതെ അങ്ങ് വെക്കുക. ഫുൾ അങ്ങ് കട്ട് ചെയ്ത് തീർക്കണ്ട. അവിടെ കുറച്ച് കൊണ്ടൊന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് നിർത്തി ഇപ്പുറത്തും വെട്ടിയെടുക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിതൊരു ബെൽറ്റ് പോലെ കിട്ടും. ഇതിൻ്റെ സെൻറ്ററിൽ ഈ 2 നോച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ 2 കട്ട് ചെയ്തെടുക്കാം. അത് ഫ്രണ്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാനാണ്. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ നമുക്ക് 4 ഇഞ്ചിൽ തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. മുകളിലും താഴെയും 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് എനിക്ക് വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു 3/4 ഇഞ്ച് നീക്കി വേറൊരു മാർക്കിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു ബോക്സ് ഷേപ്പ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇവിടെയും യൂനെക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. മുകളിൽ 2 വിരൽ വെച്ച് ബാക്കി വിരൽ കൊണ്ട് ക്യാൻവാസ് നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലർ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതുപോലെ ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാം. ഉണ്ടോ? ഇങ്ങനെയും നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെയും നമ്മൾ ആ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 2 റൗണ്ട് നെക്ക് ആയതുകൊണ്ട് നമുക്കൊന്നിവിടെ ബാക്ക് നെക്കെന്ന് എഴുതി വെക്കാം കേട്ടോ, മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും വലിയ വ്യത്യാസം ഇല്ലല്ലോ, 6ഉം 5ഉം ലെങ്ത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കാം. അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യോക്ക് പോർഷനാണ്. അതിൻ്റെ ഉൾവശം, അതായത് ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്ത സ്ഥലമല്ല, ഉൾവശം എടുക്കാം. എന്നിട്ട് ഈ ഉൾവശത്തേക്കാണ് നമ്മളുടെ ഈ ക്യാൻവാസ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്യാൻവാസിൻ്റെ ഒരു ഗ്ലൈസിങ് ഉള്ള സ്ഥലമുണ്ടല്ലോ, ഈ ഉൾവശത്ത് ഗ്ലൈസിങ് ഉള്ളത്, അത് നോക്കിയിട്ട് അത് നമുക്ക് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ അറിയാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് തേച്ച് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു സെൻറ്ററിൻ്റെ ഒരു പാട് കിട്ടാൻ ഉണ്ടോ, ഇങ്ങനെ ഇതുപോലെ ഒരു പാട് വരുമല്ലോ, ആ പാട് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ സെൻറ്ററിൽ ഇങ്ങനെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മേളിലും താഴെയും, അത് കറക്റ്റായിട്ട് ആ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്.
ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ക്യാൻവാസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്ക് പീസ്, ഇതിൻ്റെ ബാക്ക് പീസാണ് കേട്ടോ. നമ്മൾ ആ മാർക്ക് ചെയ്തത് സ്ഥലമല്ല, ഉൾവശം എടുക്കുന്നു. അതും നേരത്തെ ചെയ്തതുപോലെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് ഈ ക്യാൻവാസ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടോ, എത്ര പെട്ടെന്നാണ് നമ്മൾ ആ സെൻറ്ററിൽ വെച്ചിട്ട് അതങ്ങ് തേച്ചെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെൽറ്റ് പോലെയൊക്കെ വെക്കുന്നതാണ് ഏറ്റവും സൗകര്യം. ബെൽറ്റ് പോലെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടേപ്പ് എടുത്ത് അളന്നൊക്കെ നോക്കി കറക്റ്റ് മാർക്ക് ചെയ്യേണ്ടി വരും. അതിലൊക്കെ ഏറ്റവും എളുപ്പം ഈ ഒരു ബെൽറ്റ് വെച്ചിട്ട് ക്യാൻവാസ് വെട്ടി ചെയ്യുന്നതാണ്. ഇനി ഇതാ ഈ ഒരു സാരിയുടെ ബോർഡർ പീസ് ഉണ്ടല്ലോ, ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പീസാണ്. അത് ഇതാ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഉണ്ടോ, സെൻറ്റർ വരാനായിട്ട്, സെൻറ്റർ മാർക്ക് കിട്ടാനായിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ബോർഡർ പീസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇത് സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ബാക്കൊന്ന് നോക്കി പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴേക്കും ഇതുപോലെ തന്നെ ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇത് താഴേക്കും പിൻ ചെയ്തെടുത്തിട്ടുണ്ട്, മാറിപ്പോവാതിരിക്കാൻ വേണ്ടി, തെന്നിപ്പോവാതിരിക്കാൻ. എന്നിട്ട് ഈ അറ്റം സൈഡ് ഉണ്ടല്ലോ, ആ ഒരു നമുക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ചിട്ട് ഞാൻ ആ അറ്റം ഒന്ന് ഉള്ളിലേക്ക് മടക്കി അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ അളവിൽ തന്നെ താഴേക്കും ഇപ്പുറം സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതായി ബാലൻസ് നിൽക്കുന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ ലൈനിങ് പീസ് എടുത്ത് വെക്കുകയാണ് കേട്ടോ, ഫ്രണ്ട് പീസ്. ഇതുപോലെ കറക്റ്റായിട്ട് ആ സെൻറ്റർ നോക്കി വെച്ചതിന് ശേഷം അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ താഴ്വശത്തും നമ്മൾ ആ സെൻറ്ററിൽ തന്നെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. രണ്ട് സൈഡിലും പിൻ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോകത്തില്ല, കറക്റ്റായിട്ടിരിക്കും. ഇതുപോലെ പതുക്കെ നെക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് സ്പീഡ് എടുത്ത് അങ്ങ് ചെയ്ത് തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അഴിക്കുന്നതിലും നല്ലതല്ലേ. ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ക്യാൻവാസിൽ മുട്ടാതെ കൈ ഇതുപോലെ പിടിച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഒട്ടും തെന്നി മാറത്തില്ല. അതുപോലെ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്ലീവിൻ്റെ എവിടെയും നമ്മളിതാ ലൈനിങ് പീസിലേക്ക് ഉണ്ടോ, ലൈനിങ് പീസിലേക്ക് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വെച്ചിട്ട്, ലൈനിങ് പീസിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയല്ലാതെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറമെ ഒരു ഓവർകോട്ട് ഇടുന്നത് കാരണം കൊണ്ട് നമ്മൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ രണ്ട് സൈഡിലും നമ്മുടെ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് സ്ലീവ് അടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ രണ്ട് സ്ഥലം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് നിൽക്കുന്ന നല്ല പീസ് എക്സ്ട്രാ ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് സ്ഥലത്തു നിന്നും നമുക്ക് ആ എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നെക്ക് ഭാഗം കൊണ്ടിട്ട് ആ ക്യാൻവാസിൻ്റെ പറ്റ നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തുണി വിട്ടിട്ടാണ് നമ്മൾ ഈ നെക്ക് പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുപോലെ ആ ക്യാൻവാസിൻ്റെ അവിടെ ഒരു ചെറിയ പീസ് മിച്ചം നിൽക്കുന്നുണ്ടല്ലോ, ആ ബെൽറ്റിൻ്റെ, അതങ്ങ് പറിച്ച് കളയാം. അതിനുശേഷം ഇതുപോലെ കത്രിക കൊണ്ടിട്ട് അറ്റം നമ്മളുടെ തുന്നലിൽ സ്റ്റിച്ചിങ്ങിൽ വീഴാതെ അറ്റത്ത് നിന്ന് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഓരോ നോച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ചുളിവുകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ നല്ല വശം പുറത്തേക്ക് എടുത്തു കൊടുക്കാം. ഇങ്ങനെ ഉള്ളിൽ ആ ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് നമുക്ക് വലിച്ച് അത് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം, അപ്പോൾ കറക്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നിവർത്തിയെടുത്ത ശേഷം നമുക്കിവിടെ നെക്കിൻ്റെ ആ പോർഷനിലൊന്ന് അറ്റം ഇങ്ങനെ പതിച്ച് അടിക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ ആ അറ്റത്തേക്ക് തീരെ അറ്റത്തേക്ക് ചേർത്ത് നമുക്കൊന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ നെക്കൊക്കെ കറക്റ്റായിട്ട് കൈകൊണ്ട് നിവർത്തി വെച്ചിട്ട് അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആ സ്ലീവിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അറ്റത്തേക്ക് ചേർത്തിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഷോൾഡർ എല്ലാം ആ ബാക്ക് പീസ് കൂടി ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ടാൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, നെക്കും സ്ലീവ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസാണ് ചെയ്യുന്നത്. ബാക്ക് പീസും നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല തുണിയുടെ മുകളിൽ, അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്കിവിടെ നെക്കും തയ്ച്ചെടുക്കാം. സ്ലീവും അതുപോലെ തന്നെ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ബാക്ക് പോർഷൻ്റെ നമ്മൾ അവിടെ സ്ലീവും നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തു. ബാലൻസ് ഉണ്ടായിരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റി ഇവിടെയൊക്കെ നോച്ചസും ഇട്ട് കൊടുക്കുകയാണേ. ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാം ബാക്ക് പീസിലും നമ്മൾ ചെയ്തു. ഇനി ഇതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതിലേക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് കൊണ്ട് നമ്മുടെ നല്ല വശം, നല്ല ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് വെച്ചു. കണ്ടോ, നല്ല വശവും ചേർന്നിരിക്കുന്നു. അങ്ങനെ വെച്ചിട്ട് ആ ഷോൾഡറിൻ്റെ കണ്ടോ ഉള്ളിലേക്ക് കൂടി നമ്മളുടെ ഫ്രണ്ട് പീസ് എടുക്കുകയാണ്. ഇങ്ങനെ ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ വന്നിരിക്കുന്നുണ്ടോ, ഇത് ലൈനിങ്, അതിൻ്റെ തൊട്ട് താഴത്തും ലൈനിങ്ങാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടിയിൽ നല്ല പീസുകൾ രണ്ടും ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെക്കുക. അതിന് ശേഷം ഉണ്ടോ ആ തയ്യൽ തുമ്പ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഗ്യാപ്പ് ഇട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇത് ഉള്ളിൽ കൂടി എടുത്തിട്ട് അവിടെയും കറക്റ്റായിട്ട് തന്നെ പിടിച്ച് അവിടെ അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പീസ് ഇങ്ങനെ നിവർത്തിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ഈ തുണി നിവർത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്ക് മാത്രമേ പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്ക് നെക്ക് പതിച്ചടിച്ചിട്ടില്ലായിരുന്നു. അത് കാരണം കൊണ്ട് ഇപ്പോൾ ബാക്ക് നെക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത ശേഷം പതിച്ചടിക്കുകയാണ്. അടിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിർത്തി. അപ്പോൾ നേരത്തെ ഫ്രണ്ട് നെക്ക് ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു 1/4 ഇഞ്ച് മാറി ഇപ്പുറേക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അതേ ബാക്കിലേക്കും കയറി 1/4 ഇഞ്ച് മാറ്റി ഒരു സ്റ്റിച്ച് കൂടി. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 2 സ്റ്റിച്ച് വരുന്നുണ്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ. അങ്ങനെ ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ തന്നെ സ്ലീവിലും 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ബാക്ക് സ്ലീവ് നമ്മൾ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു 1/4 ഇഞ്ച് മാറി ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവിലും 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് ആ ലൈനിങ് പീസിൻ്റെ ഇത് കറക്റ്റ് ഇങ്ങനെ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ആ ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ്. അറ്റത്തേക്ക് ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ബാലൻസ് ഉള്ള പീസ് തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ മറുഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ നമ്മളുടെ യോക്ക് പോർഷൻ ഇതുപോലെയാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ യോക്ക് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനാണ് തയ്ക്കാനായിട്ടുള്ളത്. അപ്പം സ്കേർട്ട് പോർഷൻ തയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുകൊണ്ട് ഈ യോക്ക് പോർഷൻ്റെ നമ്മളുടെ കറക്റ്റ് ആ തയ്യൽ തുമ്പ് മാറ്റിയിട്ട് ആ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ സ്കേർട്ട് പോർഷൻ്റെ തുണി 2ആയിട്ടൊന്ന് മടക്കിയതിന് ശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അതായത് ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഡോട്ട് മാർക്ക് സെൻറ്ററിൽ കറക്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ വെട്ടാം, കുഴപ്പമില്ല, തെറ്റിപ്പോകത്തില്ല. ആ ഡോട്ട് കറക്റ്റ് താഴേക്ക് തന്നെ വരുന്നത്. അത് നോക്കി നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും മാറ്റിയിട്ടുണ്ട്. അതൊരെണ്ണം മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ അളവെടുക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് ആ സെൻറ്ററിൽ, ആ മടക്ക് വരുന്ന സെൻറ്ററിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്കിങ് നമ്മൾ നേരത്തെ ചെയ്തതാണ്, വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചെയ്തതാണത്. അങ്ങനെ ഇതിപ്പോൾ കറക്റ്റ് ഒരു 4 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഈ തുണി ഇരിക്കുന്നത്. നമ്മൾ 3 നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കേർട്ട് പോർഷനിൽ ഞെറിവിട്ട് കൊടുക്കാം. അതിന് വേണ്ടി ആദ്യം തയ്യൽ തുമ്പ് മാറ്റി, അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു 1.5 ഇഞ്ചിൽ ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ചെയ്യുന്നത് 1.5 ഇഞ്ച് ഞെറിവും 4 ഇഞ്ച് ഉള്ളിലേക്കും വരുന്ന രീതിയിലാണ്.
4 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തു, അവിടെ ഒരു പ്ലീറ്റ് കൂടി ഇട്ടു. വീണ്ടും 1.5 ഇഞ്ച് മുകളിൽ 4 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ കണ്ടോ ഈ നമ്മുടെ ആദ്യത്തെ നോച്ച് വന്നു. അതായത് 4 തുല്യ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് എടുത്തിരിക്കുന്നത്. സ്കേർട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് പീസ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം നമ്മളിവിടെ കൊണ്ടിട്ട് തന്നെ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ബ്ലൗസും അതുപോലെ 4 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് എടുക്കുക. കണ്ടോ, തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കേട്ടോ. അങ്ങനെ 4 തുല്യ ഭാഗമാക്കുമ്പോഴത്തേക്കും അതിലൊരു ഭാഗം ഈ സ്കേർട്ടിൻ്റെ ആ ഒരു ഭാഗം വന്നോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. തയ്യൽ തുമ്പ് മാറ്റിയിട്ട് 4 തുല്യ ഭാഗമാക്കി. കണ്ടോ, 4ആയിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് വെച്ച് നോക്കാം. കറക്റ്റാണ് കേട്ടോ. ബ്ലൗസിൻ്റെ ഒരു ഭാഗവും സ്കേർട്ടിൻ്റെ ഒരു ഭാഗവും നമുക്ക് കറക്റ്റാണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന 1.5 ഇഞ്ച് മുകൾ ഭാഗത്തെ ഞെറിവും 4 ഇഞ്ച് ഉള്ളിലേക്ക് പോകുന്നതുമായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റാണെന്നാണ് അർത്ഥം. അതിപ്പോൾ തുണി നമുക്ക് കൂടുതലോ കുറവോ വന്നാൽ നമ്മൾക്കതിനനുസരിച്ച് നിങ്ങളതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾക്ക് ചെയ്താൽ നമ്മൾ ഫുൾ ചെയ്ത് കഴിയുമ്പോൾ തുണി കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്നുള്ള വിഷയമൊന്നും വരത്തില്ല. ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഇപ്പോൾ ഫുൾ ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കാം. 1.5 ഇഞ്ച് ഞെറിവും 4 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിലും അങ്ങ് മാർക്ക് ചെയ്ത് 2 പീസും, ഇതിപ്പോൾ ഒരു പോർഷൻ ഫ്രണ്ട് പീസാണെന്ന് വെച്ചോ, അടുത്ത ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പീസും നമുക്കിതുപോലെ ആദ്യം ഞെറിവിട്ട് വെക്കാം. നമ്മളുടെ സ്കേർട്ട് പോർഷൻ്റെ പ്ലീറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഈ സ്കേർട്ട് പോർഷൻ്റെ നല്ല വശമാണിത്. അതിൻ്റെ മുകളിലേക്ക് യോക്ക് പോർഷൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട്, അതായത് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ നമുക്കിതിങ്ങനെ തയ്ച്ചെടുക്കാം. ഇത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് ആ ഞെറിവെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഞെറിവൊക്കെ ഒന്ന് മുകളിലേക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്കൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് അഴിക്കേണ്ടി വരും. അതിലും എളുപ്പം ഇതുപോലൊന്ന് ഞെറിവൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലീറ്റ്സ് ഇട്ടപ്പോൾ തന്നെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തത് കാരണം കൊണ്ടിട്ട് നമുക്കിവിടെ കറക്റ്റായിട്ട് ആ പ്ലീറ്റ്സിൻ്റെ ഉണ്ടോ ആ ഒരു തുണി കറക്റ്റായിട്ട് വന്ന് നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പ്ലീറ്റ്സ് ഇട്ട പോർഷൻ കൂടിയോ കുറഞ്ഞോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റത്തേക്ക് ചേർത്തിട്ട് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. അതല്ല ലോക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ അറ്റത്തൊന്ന് ലോക്ക് ചെയ്ത് വിട്ടാൽ മതി. ഇതുപോലാണ് നമ്മളുടെ ആ ഒരു ഇതിപ്പോൾ ബാക്ക് സൈഡ് തയ്ച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നമുക്ക് തയ്ച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ ലോക്ക് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് സൈഡ് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഈ സൈഡ് ജോയിൻ ചെയ്യാൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്നത് കാരണം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഒരു അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു മൊട്ട് സൂചി ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ. അത് കറക്റ്റായിട്ട് ബാക്ക് സൈഡിൽ നമ്മളുടെ ആ മാർക്കിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ താഴേക്കും ഒരു 2 കൂടി കുത്തി കൊടുക്കാം. അതുപോലെ ഈ യോക്ക് പോർഷൻ്റെ ജോയിനിങ് വരുന്ന ഭാഗത്ത് നമ്മൾ മൊട്ട് സൂചി കുത്തി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൊട്ട് സൂചി നമ്മളിവിടെ കുത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിങ് കറക്റ്റ് നേരെ ആയിരിക്കണം. ഒരെണ്ണം താന്നും ഒരെണ്ണം പൊങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തികേടായിരിക്കും. അത് കാരണം കൊണ്ട് അത് കറക്റ്റ് നേരെ വെച്ചിട്ട് മൊട്ട് സൂചി കുത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്കിവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗത്തെയും തുണികൾ ചേർത്ത് വെച്ചതിന് ശേഷം സ്ട്രെയിറ്റായിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. താഴെ ഭാഗം വരുമ്പോഴത്തേക്കും ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് 2 ലോക്ക് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 or 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ. ഇതിപ്പോൾ നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ അവിടെ നമുക്ക് കറക്റ്റ് നേരെ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കും ഒക്കെ നമ്മുടെ ആ ലൈനിലൂടെ തന്നെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഫ്രോക്കിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. ഇതാണ് ഈ ഫ്രോക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ പുറമേക്ക് ഒരു ക്രീം കളർ ഓവർകോട്ട് കൂടിയിട്ടുണ്ട്. ഈ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫ്രോക്കാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്